ഉണ്ടാകുന്ന മറ്റുള്ളവരെ പരിഗണിക്കാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ, ബഹുമാനിക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തെയാണ് ജനാധിപത്യം എന്ന് പറയുക. നമ്മളെ ഭരണഘടനാ ശില്പി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ തീപിട്ടുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരുമാറി കാണിച്ച് ധീരോദാത്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും. നമ്മുടെ രാജ്യത്തെ മറ്റിതര രാജ്യങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന ഏറ്റവും മഹത്തരമായ സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത. നാനാത്വത്തിൽ ഏകത്വമെന്ന സമുന്നത സംസ്കാരത്തിന്റെ സംഗമ ഭൂമിയാണ് നമ്മുടെ ഈ രാജ്യം. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തോടെ വാഴുന്ന മാതൃക രാജ്യമാണ് എന്ന് ഈ രാജ്യത്തെ കുറിച്ച് അഭിമാനപൂർവ്വം പാടിയ മഹത്തുക്കൾ. പക്ഷേ സ്വതന്ത്രാനന്ദ ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോ അതിഭീകരമായ വിധ്വംസക വിഘടന പ്രവർത്തനങ്ങളിലേക്ക് ഈ രാജ്യത്ത് നയിക്കുവാൻ വർഗീയ തീവ്രവാദ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് അധികാരത്തിന്റെ സോപാനങ്ങളിൽ ആശ്രമർപ്പിക്കുവാൻ വേണ്ടി രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് വേർതിരിവുകൾ സൃഷ്ടിക്കും മുഖേന ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ തകർക്കുവാനുള്ള നിഗൂഢമായ ശ്രമമാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇന്നും കരുതലോടെ രാജ്യത്തിന്റെ ആസുരമായ ഭാവിക്കു വേണ്ടി, ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി ഇന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ കീഴ്ഘടകമായ സമസ്ത കേരള സുന്നി യുവജന സംഘം. ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ തേരാളി, ഇന്ത്യൻ മുസൽമാന്റെ തേജപുഞ്ചമായ വിഹായസിൽ വിരാജിക്കുന്ന പടനായകൻ, സുന്നി ജനകോടികളുടെ അജയ്യനായ തേരാളി സുൽത്താൻ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന സാത്വികനായ പണ്ഡിതന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പുനഃസൃഷ്ടിക്കു വേണ്ടി, രാജ്യത്തിന്റെ പാരമ്പര്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി, രാജ്യത്തിന്റെ സൗഹാർദ്ദവും തനിമയും നിലനിർത്തുന്നതിനു വേണ്ടി, രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോ അതിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ പക്ഷവും പക്ഷമില്ലാത്തവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കണം. ഇവിടെ നീതി ഉണ്ടാവണം. ഫാസിസത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രീകോവിൽ കടന്നു ചെല്ലുമ്പോൾ ഇനി നീതിയില്ലാത്ത കാട്ടാളന്മാരുടെ തിരുരാത്രങ്ങൾ കടന്നു വരാതിരിക്കാൻ ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കണം. അതുകൊണ്ടാണ് SYS എന്ന 70 വർഷം പൂർത്തിയായ കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ SYS ഏറ്റവും ചരിത്രപ്രസിദ്ധമായ പ്രസക്തമായ ഒരു മുദ്രാവാക്യം. എന്താണ് ആ മുദ്രാവാക്യം? ഉത്തരവാദിത്വം, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമെന്ന്. 3 സന്ദേശങ്ങൾ ആ മുദ്രാവാക്യത്തിൽ വിളിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, കൊടി നോക്കിയല്ല, വർണ്ണവും വർഗവും ഭാഷയും നോക്കിയല്ല. ആ ഉത്തരവാദിത്വം മനുഷ്യനെന്ന നിലയിൽ നിർവഹിക്കപ്പെടണം. ആ ദൗത്യം SYS ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തികമാക്കുകയാണ്. രണ്ടാമത്തേത് മനുഷ്യത്വത്താണ്, മാനുഷിക പരിഗണനയാണ്. നമുക്കറിയാം, ഇവിടെ മനുഷ്യർക്ക് പ്രയാസങ്ങളുണ്ടായാൽ ആ പ്രയാസങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് സാധാരണ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളി മുതൽ ഇവിടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും അടക്കമുള്ള അഭിഭാഷകരടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആവശ്യത അനുഭവിക്കുന്ന വിഭാഗത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. നിങ്ങൾക്കറിയാം, ആരും ഓർക്കാതിരുന്നൊരു സന്ദർഭത്തിൽ ഒരു രാത്രി നമ്മുടെ വയനാട് ഒന്നിച്ച് പൊട്ടി ഒഴുകിയപ്പോൾ ആ വയനാടിന്റെ ദുരന്ത ഭൂമിയിലേക്ക് ദുരിതം പേറുന്നവരുടെ മുമ്പിലേക്ക് അവര് ഒന്നാകെ ഓടിച്ചെന്നു. ദിനരാത്രങ്ങൾ ദിവസങ്ങൾ ഇപ്പോഴും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ അവർക്ക് പ്രചോദനമായത് ആരായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സന്ദേശമാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് ദയ കാണിക്കണം. അവിടെ ജാതി വേണ്ട, മതം വേണ്ട,
മനുഷ്യനായാൽ മതി. മനുഷ്യർ മാത്രമല്ല, മനുഷ്യേതര വസ്തുക്കളോടും ചേതന വസ്തുക്കളോടും കരുണ കാണിക്കണമെന്ന് വിശാലമായി പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം, അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകര് അതിന് പരിശീലനം നേടി അവർ പ്രാവർത്തിക രംഗത്ത് കടന്നു വരിക. അങ്ങനെ പുത്തുമലയിലും കവളപ്പാറയിലും അതുപോലെ നമ്മുടെ മധ്യ കേരളത്തിലുണ്ടായ ആലുവയിലുണ്ടായ എറണാകുളത്തുണ്ടായ ജലപ്രളയത്തിലും 2018-ലും 19-ലും അതുപോലെ 21-ലും കൊറോണ സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങളിലെല്ലാം SYS വിളിച്ച മുദ്രാവാക്യം ഉത്തരവാദിത്വം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ആ മുദ്രാവാക്യം വിളിച്ചു പറയുകയാണ്, മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യരോട് നയപരമായും നല്ല നിലപാടെയും സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും പെരുമാറണം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ഭരണഘടന അവിടെ ജാതിയല്ല പറയുന്നത്, മതമല്ല പറയുന്നത്. ജാതി കോമരങ്ങൾ, മതത്തിന്റെ ആധിപത്യങ്ങളിൽ അങ്ങനെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളെല്ലാം നിയമനിർമ്മാണ സഭകൾ കയ്യേറാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് കാവലിരിക്കാൻ, ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരായി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ചോര കൊടുത്തുകൊണ്ടും നീര് കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടും ഊർജം കൊടുത്തുകൊണ്ടും അതിനെ സംരക്ഷിക്കാൻ SYS തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രസക്തമായ മുദ്രാവാക്യം പ്ലാറ്റൂൺ ജൂബിലിയുടെ അല്ലെങ്കിൽ 70-ാം വാർഷികത്തിന്റെ പ്ലാറ്റിനം ഇയറിന്റെ മുദ്രാവാക്യമായി മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം, ഉത്തരവാദിത്വം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്.